ഹമാസിലെ കോടിക്കണക്കിന് രൂപയുടെ ധനസഹായത്തിനും ഹിസ്ബുള്ളയുടെ ധനസഹായത്തിനും ഉത്തരവാദികളായ ഇറാനിയൻ സെൻട്രൽ ബാങ്കിനെ തീവ്രവാദ സംഘടനയായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഇറാന്റെ മാരകമായ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ വിജയം പ്രഖ്യാപിച്ചതിനു ശേഷം ഇറാന്റെ സെൻട്രൽ ബാങ്കിനെ ഒരു തീവ്രവാദ സംഘടനയെ ഔദ്യോഗികമായി നാമകരണം ചെയ്തുകൊണ്ട് ടെഹ്റാനിൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ നീക്കം നടത്തിയിട്ടുണ്ട്. ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന്റെ ധനസഹായ സംവിധാനത്തിന്റെ കാതൽ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ബുധനാഴ്ച ഉത്തരവിൽ ഒപ്പുവച്ചു. കൊലപാതകമുള്ള ഭീകരതയിലേക്ക് കോടിക്കണക്കിന് ആളുകളെ എത്തിക്കുന്ന ഒരു ചാനലാണ് ഇറാന്റെ സെൻട്രൽ ബാങ്ക്. ഹിസ്ബുള്ളയുടെ ഭീകരതയ്ക്കും ഇറാഖിലെ ഹൂതികൾക്കും ഹമാസിനും ജൂഡിയയിലും സമരിയയിലും റവല്യൂഷണറി ഗാർഡുകൾ വഴി ഷിയ മിലിഷ്യകൾക്കും ധനസഹായം നൽകുന്ന അയത്തുള്ള ഭരണകൂടത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന സ്ഥലങ്ങളെ ഞങ്ങൾ ആക്രമിക്കും, അദ്ദേഹം പറഞ്ഞു. ഭീകരതയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഭരണകൂട ഘടകത്തിനും പ്രതിരോധശേഷിയില്ല. ഇറാനിയൻ തിന്മയുടെ അച്ചുതണ്ട് എവിടെ പ്രവർത്തിക്കുന്നോ അവിടെയെല്ലാം ഞങ്ങൾ തുറന്നു കാട്ടുകയും ആക്രമിക്കുകയും ഉണക്കുകയും ചെയ്യും. 2019 US ഒരു തീവ്രവാദ സംഘടനയായി നാമനിർദ്ദേശം ചെയ്ത ഇറാന്റെ സെൻട്രൽ ബാങ്ക് മർക്കാസി എന്നറിയപ്പെടുന്നു. ടെഹ്റാൻ സർക്കാരിനും ലോകമെമ്പാടുമുള്ള നിയുക്ത തീവ്രവാദ സംഘടനകൾക്കുമിടയിലുള്ള പ്രാഥമിക സാമ്പത്തിക മാർഗമായി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. 2020 ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് പ്രതിവർഷം $700 മില്യൺ നൽകിയതായും 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസിന്റെ കൂട്ടക്കൊലയ്ക്ക് ധനസഹായം നൽകിയതിന് ഭരണകൂടം നേരിട്ട് ഉത്തരവാദിയാണെന്ന് അന്വേഷണങ്ങൾ കണ്ടെത്തിയതായും പറയുന്നു.